ഹായ് ഗായ്സ്. ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് ഫ്രം ലാസ്റ്റ് 3 ഇയേഴ്സ് ആൻഡ് എന്തൊക്കെ സ്റ്റോക്കിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് എനിക്ക് എങ്ങനത്തെ റിട്ടേൺ ആണ് തന്നിട്ടുള്ളത് ആൻഡ് മൈ എക്സ്പീരിയൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ബേസിക്കലി അതാണ് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ ഫുള്ള് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് തിങ്സ് ഓർ എൻ്റെ പേഴ്സണൽ ട്രാവൽ എക്സ്പീരിയൻസോ ഫുഡ് എക്സ്പീരിയൻസോ അതുപോലത്തെ എൻ്റെ ഒരു പേഴ്സണൽ നോട്ട്ബുക്കായിരിക്കും ഈ ചാനൽ ഉണ്ടാവണം. ആൻഡ് ഞാൻ ഇതിനകത്ത് ഏതൊരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്യുമോ നിങ്ങൾ വാങ്ങുന്നോ അങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അഡ്വൈസ് ഒന്നും ചെയ്യാറില്ല. ഇത് ജസ്റ്റ് ആൻഡ് ഇൻഫർമേറ്റീവ് പർപ്പസിനായിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ നോട്ട്ബുക്കാണെന്ന് കരുതിയാൽ മതി. And if you want to invest in any stocks, you just consider with any of the your SEBI registered stock advisors. എന്നിട്ട് മതി നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണതോ എന്ത് വേണം ചെയ്യാൻ. ഇത് ജസ്റ്റ് ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾ നോക്കുക. ഞാനിതിനകത്ത് എൻ്റെ പാസ്റ്റ് ഇയേഴ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്സിൽ നിന്ന് എനിക്ക് എന്തുമാത്രം റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഞാൻ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഞാൻ ബാഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാം. സോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വരുൺ ബിവറേജസിന് സ്റ്റോക്സിനെ കുറിച്ചാണ്. ഇത് ഒന്നാമത്തെ എൻ്റെ ഒരു സ്റ്റാർ പെർഫോമിങ് സ്റ്റോക്കാണ്. എനിക്ക് ഏകദേശം 500% റിട്ടേൺ തന്നിട്ടുള്ള സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക്. ബേസിക്കലി ഞാനിങ്ങനെ ട്രേഡിങ് അധികം ചെയ്യാറില്ല. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യാൻ നോക്കാറുള്ളത്. എനിക്ക് ഇതിന് ഞാൻ ട്രേഡിങ്ങിന് ഒരു ഗാംബ്ലിങ്, ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് ഇസ് ട്രേഡിങ് ഇസ് എ ഗാംബ്ലിങ്, ബട്ട് ഞാനിതിനൊരു ഗാംബ്ലിംഗ് ആയിട്ട് നോക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് എന്ന രീതിയിലാണ് ഞാൻ നോക്കുന്നത്. യു ആർ ജസ്റ്റ് ഗോണ ഇൻവെസ്റ്റ് ഓൺ എനി ഓഫ് ദ കമ്പനി. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം ഇൻവെസ്റ്റിംഗ് സം അമൗണ്ട് ഇൻ വരുൺ ബിവറേജസ്, ദാറ്റ്സ് ആക്ച്വലി ഞാൻ ആ കമ്പനിയുടെ സ്റ്റോക്സിൽ അല്ലെങ്കിൽ അവരെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ മൈ റിയൽ ഗോൾ ഈസ് ടു വെയിറ്റ് അണ്ടിൽ ദ ബിസിനസ് ഗെറ്റ് ഗ്രോൺ ഓർ ദ റിയൽ പൊട്ടൻഷ്യൽ വാട്ട് ഐ ഗോട്ട് ഫ്രം ദ ബിസിനസ്. അതാണ് എൻ്റെ ഒരു എയിം. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ ലോങ് ടേമിനാണ് നോക്കിയിരിക്കണം. ഷോർട്ട് ടേം അതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്യും, പക്ഷെ അത് അത്ര ഗ്യാരൻറ്റീഡ് അല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം ഷെയർ ചെയ്യാറില്ല. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിലാണ് ചെയ്യണം, നമ്മളൊരു എല്ലാവരും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ലൈഫിലേക്ക്. അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു പെർഫെക്റ്റ് വേ ആയിട്ട് തോന്നിയത് ലൈക്ക് കൈൻഡ് ഓഫ് എ സേവിങ്, ഇൻവെസ്റ്റിംഗ് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ ബിസിനസ്. അതിനെ ഒരു ബിസിനസ്സായിട്ട് കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതോ നിങ്ങൾക്കിപ്പോൾ എത്രമാത്രം നിങ്ങൾ ലാർജ് ക്യാപ് സ്റ്റോക്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കണോ അത് നിങ്ങൾക്ക് കുറച്ച് സേഫ് ആയിരിക്കും കമ്പയറിങ് ടു ദ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ്. ഇത് റിസ്ക് ഇല്ല എന്നല്ല, റിസ്ക് ഉണ്ട്. ഓൾവേസ് റിസ്ക് ഈസ് ദെയർ. ഇഫ് വാട്ട് എവർ ദ ബിസിനസ് വി ആർ ഡൂയിങ്, ബിസിനസ് മേ ഹാവ് പ്രോഫിറ്റ് ആൻഡ് ഓൾസോ എ ലോസ് ബേസ്ഡ് ഓൺ ദ സർട്ടൺ കണ്ടീഷൻസ്. എന്ത് വേണമായിരിക്കാം. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ എത്രമാത്രം ഇതിനകത്ത് ലാഭം കിട്ടണോ അതുവരെ നമ്മൾ ഇതിനകത്ത് ലാഭം എടുക്കുക. ബിസിനസ് പൊട്ടുമെന്ന് അറിയുമ്പം എടുത്ത് ചാടി പുറത്തു വരിക, അത്രേ ഉള്ളൂ. അപ്പം ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലാർജ് ക്യാപ് സ്റ്റോക്കാണ്. ഞാൻ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആദ്യം ഞാൻ നോക്കണത്, മെയിനായിട്ട് ഞാൻ നോക്കുന്നത് ആ കമ്പനി പ്രോഫിറ്റബിൾ ആണോ എന്നാണ്. ദാറ്റ്സ് മൈ ഫസ്റ്റ് ക്രൈറ്റീരിയ. ബിക്കോസ് ഒരു പ്രോഫിറ്റബിൾ ഇല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ഒരു നല്ല കാര്യമില്ല. ഈവൻ ദോ ഇഫ് ഇറ്റ് ഹാവ് ആൻ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ, വെൻ ദ കമ്പനി സ്റ്റാർട്ട് മേക്കിംഗ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ടു ഇൻവെസ്റ്റ്. അതാണ് എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ എൻ്റെ ഒരു ഫോർമുലയായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പം പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിയിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യണം, ആ ബിസിനസ് നിങ്ങൾക്ക് ലാഭമില്ലാത്ത ബിസിനസ്സാണ് നിങ്ങളതിൽ ചെയ്തിട്ട് എന്താ കാര്യം? ചുമ്മാ ഞങ്ങൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കിട്ടും എന്ന് വെച്ചാൽ അതൊരു ഗ്യാരൻറ്റീഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഗ്യാരൻറ്റീഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന മുന്നേ അത് ഗ്യാരൻറ്റീഡ് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആണോ എന്നത് ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് ആയിട്ട് അത് നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ 2022 ഇത്
വരുൺ ബിവറേജസ് 1550 കോടി ആണ് അവർ പ്രോഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ കമ്പാരിറ്റീവ്ലി ഞാൻ അതിൻ്റെ മുന്നത്തെ കൊല്ലം നോക്കുകയാണെങ്കിൽ 2021 ആഫ്റ്റർ കോവിഡ് ദേ മേഡ്സ് 746 ക്രോസ് ഓഫ് പ്രോഫിറ്റാണ്. അപ്പോൾ 2021 ആൻഡ് 2022 കമ്പയർ ചെയ്യുമ്പം ദേ മേഡ് എ ഡ്രാസ്റ്റിക് പ്രോഫിറ്റാണ്. സോ ദ കമ്പനി ഈസ് ആക്ച്വലി ഗ്രോയിങ് ആൻഡ് ദേ മേക്കിംഗ് എ പെർഫെക്റ്റ് പ്രോഫിറ്റ് ഫ്രം ദാറ്റ്. ആൻഡ് നിങ്ങളിതിനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 2020 ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ 2020ലേക്കുള്ള പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂജ് നമ്പർ, ഹ്യൂജ് ഡിഫറൻസ് ഇസ് ദെയർ. ഇറ്റ് ലൈക്ക് ഒരു 3 to 4 times ഇറ്റ് ഗ്രോൺ ദ പ്രോഫിറ്റ്. സോ ബേസിക്കലി അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല, അപ്പോൾ കമ്പനി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ റവന്യൂ അതിനകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ടും അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ പെർഫോമൻസ് നോക്കിയാലും ഇറ്റ്സ് മേക്കിംഗ് പ്രോഫിറ്റ്. ഇറ്റ്സ് നോട്ട് ആൻ ലോസ് മേക്കിംഗ് കമ്പനി ആസ് ഓഫ് നൗ. ആൻഡ് ദ സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് അവർ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 514 crores ആണ്. ആൻഡ് ഇൻ ജൂൺ അവർ മോർ ദാൻ 1000 crores അവർ ചെയ്തിട്ടുണ്ട്. ബട്ട് കമ്പയറിങ് സെപ്റ്റംബർ ക്വാർട്ടർ ഫ്രം 2023 സെപ്റ്റംബർ ക്വാർട്ടർ കമ്പയറിങ് വിത്ത് സെപ്റ്റംബർ 2022 ഇറ്റ്സ് more than that. So I prefer the stock is in a good direction. Let's see the അതിൻ്റെ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് അവർ പറഞ്ഞുള്ളത് based on that last year it been given a good performance. So the stock is also moving. You can see the stock's performance. So as per the money control and screener.in website, ഈ സ്റ്റോക്സിന് ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ നടന്നിരിക്കുകയാണ്. ആൾമോസ്റ്റ് ഒരു 5 to 10% ഓർ മാക്സിമം 20% ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും ഈ സ്റ്റോക്സിൽ എന്നാണ് അവർ പറഞ്ഞത്. സോ ഇഫ് യു ആർ ട്രൈയിങ് ഫോർ എ സ്വിംഗ് ട്രേഡിംഗ് ആൾസോ ഇറ്റ്സ് എ ഗുഡ് സ്റ്റോക്ക്. ആൻഡ് ദ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് ഓഫ് ദിസ് സ്റ്റോക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ തന്നെ പെപ്സി കണ്ടാൽ എനിക്ക് ആദ്യം തോന്നുന്നത് ഈ വരുൺ ബിവറേജസിൻ്റെ സ്റ്റോക്സാണ് അതിന് മൈൻഡിൽ വന്നൊന്ന് ഓടിക്കൊണ്ട് പോകും. പിന്നെ അവർ ബേസിക്കലി അവർ ബിസിനസ് എന്ന് വെച്ചാൽ ബിവറേജസ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ പുതിയതായിട്ട് അവർ ഒരുപാട് ബിവറേജസിനകത്ത് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് സ്ട്രിങ് എന്നൊരു സാധനം ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട്. പേഴ്സണലി ഞാൻ അതിൻ്റെ ഫാനല്ല, എനിക്ക് ആ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമില്ല. ഐ എം എ ട്രോപ്പിക്കൽ ഫാന്. ആൻഡ് ദേ ആർ ഇൻ ടു സ്പോർട്സ് ഡ്രിങ്ക്സ് ഓൾസോ. പിന്നെ അവർ പുതിയതായിട്ട് ഇപ്പോൾ ഡയറി ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് കോൾഡ് കോഫി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പാക്ഡായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. സോ ദ ഫ്യൂച്ചർ ബിസിനസ് പെർസ്പെക്റ്റീവ് ഈസ് ക്വൈറ്റ് ഗുഡ് ആൻഡ് റിസൾട്ട്സ് ഓൾസോ ദേ ആർ ഷോയിങ് ഇറ്റ്സ് എ ഗുഡ്. സോ ഐ എം ഗോണ ഹോൾഡ് ദിസ് സ്റ്റോക്ക്. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഇതാണ് ഗൈസ് ഈ വരുൺ ബിവറേജസ് സ്റ്റോക്സിനെ കുറിച്ചുള്ള കുറച്ച് എനിക്കറിഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നല്ലതായിട്ട് ഞാൻ വേറെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ടുണ്ട്. നോക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡിവിഡൻഡ് അവർ കുറച്ചൊക്കെ ഡിവിഡൻഡ് നല്ല ഡിവിഡൻഡ് കുറച്ച് കുഴപ്പമില്ലാത്ത ഡിവിഡൻഡ് അവർ തരുന്നുണ്ട്. പിന്നെ ഐ ഗസ് ലാസ്റ്റ് ഇയർ നോക്കണം അവർ സ്പ്ലിറ്റും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. So this after split also this stock performed so superb. And if you want to invest in this stock, just നിങ്ങൾ ഒരു നല്ല സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറായിട്ട് നല്ലോണം ഡിസ്കസ് ചെയ്തിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് എൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ചാനൽ. താങ്ക് യു.